ചരിത്രപ്രസിദ്ധമായ മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന ദേശവിളക്ക് മഹോത്സവ ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ഒരുമിച്ച് കൂട്ടി ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ഇതിന് തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒത്തൊരുമ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. ഒരു 62 വർഷം മുമ്പിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ പോലത്തെ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആഘോഷത്തിലെ അല്ലെങ്കിൽ അവരുടെ ഭക്തിയുടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തീർക്കാനായിട്ട് ഈ നമ്മളുടെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 1 എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം 1-ാം തീയതിയാണ് മലയാള മാസം അല്ലെങ്കിൽ നമ്മുടെ വർഷം പിറക്കുന്ന 1-ാം തീയതി എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ പുതിയൊരു നാന്ദി കുറിക്കുന്ന ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പൊ ആ കണക്ക് കൂട്ടുന്ന ദിവസത്തില് ജനുവരി 1-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്തുടർന്നു പോകുന്ന കലണ്ടർ പ്രകാരം ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തില് ഒരുവന്റെ എല്ലാവിധ ഐശ്വര്യവും അല്ലെങ്കിൽ ഒരുവന്റെ എല്ലാവിധ ജീവിതത്തിലെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം എന്ന നിലയിൽ ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റക്കാട്ട് അധ്യക്ഷനായി. സുനിൽ കൊച്ചത്ത്, സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമ്പറമ്പിൽ, ട്രഷറർ അജീഷ് സോമൻ, ആദർശ് ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശരണം നന്ദനേ ശരണം ഹരിഹര സുതനേ അമ്പേന്തി കൊമ്പേന്തി തായങ്ങൾ കൂസുന്നേ അനുവാദം തന്നരുളമേ സ്വാമി